പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ഈശോയുടെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നമ്മളൊരു വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു വർഷമാകാൻ പോകുക കൊറോണ എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട്. ഈ മഹാമാരി ആദ്യം കടന്നു വന്നപ്പോൾ ആദ്യമൊന്നും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്നാൽ ഓരോരുത്തരുടെയും മരണം നമ്മൾ കേട്ടപ്പോൾ കണ്ടപ്പോഴൊക്കെ ഇതിൻ്റെ തീവ്രത നമ്മളറിയാതെ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഗൗരവമായി എടുക്കുവാൻ തക്ക വിധം ഈ രോഗത്തെ എല്ലാവരും, ലോകം മുഴുവനും ഈ രോഗത്തെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ലോകത്തെ മുഴുവനും ഒരേ സമയം ഒരേ രീതിയിൽ ചിന്തിപ്പിക്കുവാനായിട്ട് സഹായിച്ച ഒരു ഇടപെടലായിരുന്നു കൊറോണ. നമുക്കറിയാം, ലോകത്തിൽ വ്യത്യസ്തങ്ങളായ ഭൂഖണ്ഡങ്ങളിൽ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ പലരും പല രീതിയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ. ഓരോരുത്തരും അവരുടെ സുരക്ഷിതത്വത്തിലേക്ക് എല്ലാവരും, ലോകം മുഴുവനും ഒരേ ചിന്താഗതിയിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായി. ലോക്ക്ഡൗൺ എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചു. മാസ്ക് എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. സാനിറ്റൈസർ, അതുപോലെ തന്നെ കൈ ശുദ്ധീകരിക്കുന്ന രീതി, വ്യക്തിയുടെ ശുദ്ധീകരണം, പുറത്തു പോയാൽ അല്പം കൂടെ ജീവിതത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ ലോകം മുഴുവനുമുള്ളവർ ഒരുങ്ങുന്ന ഒരവസ്ഥയായി. എല്ലാവരെയും കൊറോണ ഒരു രൂപാന്തരീകരണത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കൊറോണ ഇന്ന് പലതും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അവൻ്റെ പദ്ധതികളോ അല്ല, ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് സംഭവിക്കുന്നതെന്ന് ലോകം അംഗീകരിക്കണമെന്ന് കൊറോണ നമ്മളെ പഠിപ്പിച്ചു. ലോകത്തിലെ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന് വാശി പിടിച്ച മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം ഒരു കൊറോണയിലൂടെ തനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി. ദൈവത്തിന് പോലും പറ്റില്ല, ദൈവം വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ ധാർഷ്ട്യത്തോടെ ഇത് എൻ്റെ കഴിവാ, എൻ്റെ മിടുക്ക, ആര് വിചാരിച്ചാലും ഒന്നും നടക്കില്ല എന്ന് അഹങ്കരിച്ചവരുടെ ജീവിതങ്ങളിൽ ദൈവം കടന്നു വരാതെ ദൈവം ഒരു കൊറോണയെ അയച്ചു. ദൈവം വീണ്ടും ഈ കൊറോണയിലൂടെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് ഇടപെടാനായിട്ട് സാധിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമുക്ക് കൊറോണയെക്കുറിച്ച് അല്പം കൂടെ ഗൗരവമായിട്ടെടുക്കാം. എന്താണ് കൊറോണ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ചില ഇടപെടലുകൾ? ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട് സന്ദർശനത്തിനും വെഞ്ചരിപ്പിനുമായിട്ട് പോയി. കൊറോണ ആരംഭിച്ച നാൾ മുതൽ ഇന്നും ഞാൻ എൻ്റെ ശുശ്രൂഷകൾ ചെയ്തു വരുന്നുണ്ട്. കുമ്പസാരം കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പാടില്ല, പക്ഷേ അല്പം ജാഗ്രതയോടുകൂടി തന്നെ, അല്പം ശ്രദ്ധയോടുകൂടി തന്നെ ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു, പരിപാലിച്ചു. കാരണം ഒരുപക്ഷെ ഒരു വ്യക്തി അവസാനമായിട്ട് അവൻ്റെ കുമ്പസാരം കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസം മരിച്ചെന്ന് വരാം. അപ്പോൾ അന്ന് ആ കുമ്പസാരം ഞാൻ നിഷേധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചില അവസരങ്ങളിലൊക്കെ അല്പം റിസ്കോടുകൂടി തന്നെ, ശ്രദ്ധയോടുകൂടി ഈ ശുശ്രൂഷകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ ആ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ വളരെ സമ്പത്തുള്ള ഒരു ഭവനമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പ്രത്യേകമായ ഒരു സ്ഥലമൊന്നും അവർക്ക് പ്രാർത്ഥിക്കാനില്ല. ഈശോയുടെ തിരുഹൃദയ ചിത്രം ഞാൻ അവിടെ കണ്ടില്ല. പക്ഷേ ഒരു ക്രൂശിത രൂപം, മനോഹരമായ ഒരു ക്രൂശിത രൂപം അവർ ഒരു ടേബിളിൻ്റെ മുമ്പിൽ ഞാൻ വരുന്നത് കൊണ്ട് എടുത്തൊക്കെ വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു തിരി അവിടെ ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ കൊണ്ട് കത്തിച്ചു വയ്ക്കുക. അവർ പ്രാർത്ഥിക്കുമ്പോൾ തിരിയൊന്നും കത്തിക്കാറില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും. ഭയങ്കര നല്ല വിദ്യാഭ്യാസവും സമ്പത്തും ഉള്ളതാണ്. അവർ ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിക്കുന്നത്, മക്കൾക്ക് മലയാളമൊന്നും അറിയില്ല. അപ്പോൾ അവർ ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലും, അവർ ഫാദർ ചൊല്ലും, അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം. ഇതൊക്കെയാണ് അവരുടെ പ്രാർത്ഥനാ രീതിയിലെ ചില പ്രധാന ഘടകങ്ങൾ. ആ സംസാരത്തിൽ വീടൊക്കെ വെഞ്ചരിച്ചു, ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ആ കുടുംബനാഥൻ എന്നോട് പറയണം, അച്ഛാ, കൊറോണ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത്. കൊറോണ വരുന്നതിന് മുമ്പൊന്നും ഡെയിലിയുള്ള പ്രേയേഴ്സൊന്നും ഇല്ലായിരുന്നു അച്ഛാ, സമയമില്ല, ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു വർഷം ആകാൻ പോകുന്നു കൊറോണ വന്നിട്ട്. ഈ ഒരു വർഷക്കാലം ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് വന്ന് ഒരു 15 മിനിറ്റെങ്കിലും ദൈവത്തോടൊപ്പമായിരുന്ന് ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്നുണ്ട്.
എൻ്റെ മനസ്സിൽ അപ്പോൾ വന്ന ചിന്തയാണ്, കൊറോണ നമ്മളെ കുടുംബ ബന്ധങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിച്ചു. കൊറോണയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം എന്താണ്? ഛിന്ന ഭിന്നമായി കിടന്ന വ്യക്തിബന്ധങ്ങളിൽ സ്നേഹവും ഊഷ്മളതയും ഇല്ലാതിരുന്ന കുടുംബങ്ങളിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു കൊറോണയിലൂടെ. മറ്റത് മുൻകാലങ്ങളിലൊക്കെ വീട്ടിൽ കലഹിച്ചിട്ട് വീടുകളിൽ സംസാരിക്കാതെ ഇരുന്നിട്ട് ഫാസ്റ്റ് ഫുഡും കഴിച്ചുകൊണ്ടിരുന്നവർ ഒരു കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഫുഡ് പോലും കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഫുഡ് പോലും കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ അറിയാതെ ഒന്ന് മയപ്പെടാൻ തുടങ്ങി. ഒന്ന് ക്ഷമിച്ച്, ഒന്ന് എളിമപ്പെട്ട് വീട്ടുകാരുമായിട്ട് രമ്യതയിലൊക്കെ ആയി ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. അതുവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു ചിലർ. കൊറോണ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട മഹത്വത്തിലേക്ക് വ്യക്തിബന്ധങ്ങളെ രൂപപ്പെടുത്തി. മറ്റൊന്ന്, ഭവനമെന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഇടം കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൊറോണ നമ്മെ പഠിപ്പിച്ചു. നമ്മൾ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഓടിയിറങ്ങി നമ്മൾ നടക്കുകയായിരുന്നു. ഓരോ ധ്യാന കേന്ദ്രങ്ങളിലൂടെ കടന്നുള്ള ഒരു ജീവിതമായിരുന്നു. മണിക്കൂറുകളോളം ധ്യാന കേന്ദ്രങ്ങളിലും ദേവാലയങ്ങളിലും നമ്മൾ സമയം ചിലവഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഭവനങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സമയമില്ലായിരുന്നു. തിരക്ക്. അവിടെ പോകണം, ഇവിടെ പോകണം, ഓഫീസിൽ പോകണം, ദേവാലയത്തിൽ പോകണം, തീർത്ഥാടനം ചെയ്യണം. പക്ഷേ വീട് ഒരു സക്രാരിയാണ്, വീടൊരു ഭവനമാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് കൊറോണ നമ്മളെ പഠിപ്പിച്ചിരിക്കുക. ഈ ധ്യാന കേന്ദ്രങ്ങൾ ഓൺലൈനിലൂടെ ശുശ്രൂഷകൾ വിടാൻ തുടങ്ങി. അവസാനം എല്ലാവരും വീടുകളിൽ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. വീട് ഒരു സക്രാരി എന്ന് കൃപാസനം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഒരു ശുശ്രൂഷ ആരംഭിച്ചു. എത്രയോ വലിയ സത്യമാണ്. ദേവാലയം മാത്രമല്ല ഒരു സക്രാരി, എൻ്റെ വീടും ഒരു സക്രാരിയാണെന്ന് അംഗീകരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിന് യോഗ്യമായി നമ്മുടെ ഭവനങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും കൊറോണ നമ്മെ സഹായിച്ചു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ നന്മകളെ ഓർത്ത്. അതോടൊപ്പം തന്നെ കൊറോണ വലിയൊരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിച്ചു. മനുഷ്യജീവിതം നൈമിഷികമാണ്. എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പ്രശസ്തനായിരുന്നാലും, എത്രമാത്രം ലോകത്തിലെ സംവിധാനങ്ങൾ, മെഡിക്കൽ സയൻസ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, ജീവൻ അത് ദൈവത്തിൻ്റെ ദാനമാണ്. മരണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളെ ഗൗരവമായി എടുക്കുവാൻ കൊറോണ നമ്മളെ പഠിപ്പിച്ചു. ഈ ദിനങ്ങളിൽ കൊറോണയോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. നമ്മൾ എത്രയോ ഇടങ്ങളിൽ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ കൊറോണ ഉണ്ടായിരുന്നു. ദൈവം നമ്മളെ കരുതി സംരക്ഷിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഒത്തിരി പേർക്ക് ഈ കൊറോണ വന്നു പോയത് അവരറിഞ്ഞിട്ടില്ല. ചിലർ കൊറോണയ്ക്ക് ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ചിലർ ഭയപ്പെട്ടു. പക്ഷേ ചിലർ പ്രാർത്ഥന കൊണ്ട്, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞ ചില പ്രവൃത്തികൾ കൊണ്ട്, വ്യക്തികൾക്ക് ചെയ്യാവുന്ന ശുചീകരണ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ നേരിടുകയായിരുന്നു. പക്ഷേ എല്ലാറ്റിനുപരിയായി ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ ഒരു പരിപാലനം, ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ കാത്തു പരിപാലിക്കുകയായിരുന്നു എന്നുകൂടി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് കൊറോണ നൽകിയ നല്ല പാഠങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം. അതല്ലാതെ ഇതെല്ലാം അവസാനിപ്പിച്ച് കൊറോണ കഴിഞ്ഞു, വാക്സിനും വന്നു, ഇനി എന്തും കുഴപ്പമില്ല എന്നുള്ള അഹങ്കാരികളായി വീണ്ടും അടുത്തൊരു മഹാമാരിക്ക് വേണ്ടി കാത്തിരിക്കാതെ ഈ കൊറോണ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീട് ഒരു സക്രാരിയാണെന്നും പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തണമെന്നും, ദേവാലയങ്ങളിലും ധ്യാനകേന്ദ്രങ്ങളിലും മാത്രമല്ല ഭവനത്തിലും ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാനായിട്ടുള്ള ഇടങ്ങളാണെന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കൊറോണ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തിയുടെ ജീവിതത്തിലൂടെ ആ വ്യക്തിക്ക് മനസ്സിലാകും. ഒന്ന് ധ്യാനപൂർവ്വം ഇരുന്ന് ഈ കൊറോണയുടെ എന്ന മഹാമാരി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സംഭവങ്ങളും എന്നെ പഠിപ്പിച്ച കാര്യങ്ങളും എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് ഒരു ഡയറിയിലൊക്കെ ഒന്ന് എഴുതി വച്ചിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ നല്ല പാഠങ്ങൾ അഭ്യസിച്ച് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥവും സ്നേഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ സഹായവും വിശുദ്ധ മിഖായേലിൻ്റെയും സകല വിശുദ്ധരുടെയും സഹായവും നിങ്ങൾ